നമുക്കില്ലല്ലോ. അകത്ത് ഉള്ള അടികളല്ലേ ഉള്ളൂ. ഇറങ്ങാങ്ങോട്ട് ഓ, നിന്റെ നാട്ടിൽ, നിന്റെ ഗ്രാമത്തിൽ, നിന്റെ നഗരത്തില് ഇറങ്ങി നടക്ക്. ചുമ്മാ ഇറങ്ങി നടന്ന് കൊന്തയില്ല നടക്ക് നിന്റെ സ്ട്രീറ്റിലൂടെ. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വേണം, നിങ്ങളൊരു ജപമാല ചൊല്ലി അല്ലെങ്കിൽ ഒരു കുരിശ് പിടിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊരു ദേശത്തൂടെ ഇങ്ങനെ ചുറ്റി നടന്നാൽ ആ ദേശം കർത്താവിൻ്റെതായിട്ട് മാറും. എനിക്കറിയാം, ഈ കേരളത്തിലെ എനിക്കറിയാവുന്ന ചില ശുശ്രൂഷകര് കാൽനടയായിട്ട് കേരളം മുഴുവൻ നടക്കാറുണ്ട്. കാൽനടയായിട്ട് നടന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. ഇന്ത്യ മുഴുവൻ പോകുന്ന ആളുകളെ എനിക്കറിയാം. അതായത് എന്നോട് ആദിലാബാദ് രൂപതയിലെ പ്രിൻസിപ്പൽ പറഞ്ഞു, അവര് സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഒരു വണ്ടിക്കകത്ത് ബൈബിൾ വായിച്ച് ഇങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്തു. എല്ലായിടത്തും ഇങ്ങനെ കുറെ ദൂരം വണ്ടിക്കകത്ത് ബൈബിൾ വായിച്ച അച്ഛന്മാര് ഇങ്ങനെ യാത്ര ചെയ്ത് അവരിങ്ങനെ ഒരു പോയിന്റ് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ആ ജംഗ്ഷനിൽ നിൽക്കും, ആ ജംഗ്ഷനിൽ അങ്ങനെ പോയി ഇവർക്ക് വഴി തെറ്റി വേറെ എവിടെയൊക്കെ പോയി. ഒറിജിനൽ പ്ലാനിൽ ഇല്ലാത്ത വഴികളിലൂടെ എല്ലാം പോയി. വേറെ ഏതോ വഴിയിലൂടെ പോയിട്ട് വേറെ എവിടെയൊക്കെയോ ചെന്ന് അവസാനം ഒരു സ്ഥലത്ത് ചെന്ന് ഇനി എങ്ങോട്ടാ പോകേണ്ടത് ഒന്നും അറിയത്തില്ല. അങ്ങനെ നിന്ന സമയത്ത് അവിടെ നിന്ന് ബൈബിൾ വായിച്ച്